ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ബേബീസിൻ്റെ ഷുഗർ മോണിറ്റർ ചെയ്യുന്നതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ബേബീസിൻ്റെ ഷുഗർ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയ കാര്യമാണ്. അതും 24 to 48 hours ബേബീസിൻ്റെ ഷുഗർ ഡ്രോപ്പ് ആവാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. ബേബി ഹൈപ്പോഗ്ലൈസമിക് ആവാൻ ചാൻസ് ഉണ്ട്. ഹൈപ്പോഗ്ലൈസമിക് എന്ന് പറഞ്ഞാൽ 50 ലെസ് ദാൻ 50 ആവാൻ ചാൻസസ് ഉണ്ട് ബേബീസിൻ്റെ ഷുഗർ. അങ്ങനെയാണെങ്കിൽ അതൊരു ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. ബേബീസ് ഒരിക്കലും ലെസ് ദാൻ 50 ആവാൻ പാടില്ല. മദറിന് ഇൻസഫിഷ്യൻറ്റ് ഫീഡ്, ബേബി ഹൈഡ്രേറ്റഡ് ആവുന്നില്ലെങ്കിൽ മാത്രമാണ് അങ്ങനെയുള്ള കണ്ടീഷൻ ആവാൻ ചാൻസസ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് മോണിറ്റർ ചെയ്യും. 24 to 48 hours ആഫ്റ്റർ ബർത്താണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബേബീസിനെ എവറി 6th hourലാണ് നമ്മൾ GRBS മോണിറ്ററിങ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ബേബി സ്വാഡിലിങ്. ബേബി സ്വാഡിലിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബേബീസിനെ ആഫ്റ്റർ ഫീഡിങ് ടൈം ഡോണ്ട് സ്വാഡിൽ. ആഫ്റ്റർ ഫീഡിങ് ബേബീസിനെ എപ്പോഴും നമ്മൾ സ്വാഡിൽ ചെയ്യണം, നന്നായി കവർ ചെയ്യണം. അല്ലെങ്കിൽ ബേബീസിൻ്റെ സ്കിന്ന് ബ്ലൂഷ് ആവാൻ ചാൻസസ് ഉണ്ട്. ക്ലൈമറ്റ് ഇപ്പം കോൾഡൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് ബ്ലൂഷ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ റാപ്പിങ് അഥവാ സ്വാഡിലിങ് ബേബീസിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് മാക്സിമം ബേബീസിനെ അറ്റ്ലീസ്റ്റ് 1 month വരേക്കും നന്നായി സ്വാഡിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സ്വാഡിലിങ്ങും അതുപോലെ തന്നെ GRBS മോണിറ്ററിങ്ങും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് ബേബീസിൻ്റെ കാര്യത്തിൽ. അപ്പം ഇത്രയുള്ള എൻ്റെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.